ഏവർക്കും നമസ്കാരം. പ്രതികരണ വേദിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ അവരുടെ സ്മരണാർത്ഥം നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ രാമായണത്തിലെ ഏതു ഭാഗം വേണം വായിക്കുവാൻ എന്നൊരു ചോദ്യം ഒരു സുഹൃത്ത് ചോദിച്ചിരുന്നു. അതിപ്പോൾ രാമായണത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഭാഗം എന്നൊന്നുമില്ല, ഏത് ഭാഗം വേണമെങ്കിലും വായിക്കാം. പക്ഷേ ഞാൻ രണ്ട് നിർദ്ദേശങ്ങൾ വെച്ചു. ഒന്ന്, ആദിത്യ ഹൃദയം, അത് ഒരു 108 പ്രാവശ്യം ജപിക്കുക. അല്ലെങ്കിൽ ഉമാമഹേശ്വര സംവാദം, അതിൽ ശ്രീരാമന്റെ ജനനവും അത് കഴിഞ്ഞ് കൗസല്യയുടെ സ്തുതിയും കൂടി ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നിർത്തുക. ഇത് പറഞ്ഞു. ഇതിന് പ്രത്യേക കാരണമുണ്ട്. കാരണം നമ്മളൊരു ഉപദേശം ചെയ്യണമെങ്കിൽ, ഒരു കാര്യം പറയണമെങ്കിൽ ഒരു കാരണം വേണം. ആദിത്യഹൃദയം എന്ന് പറയുമ്പോൾ അത് യുദ്ധത്തിൻ്റെ അവസാനം രാവണനുമായിട്ടുള്ള യുദ്ധം ജയിക്കാൻ വേണ്ടി ഉപയോഗിച്ചൊരു മന്ത്രമാണത്. നമ്മളിപ്പോൾ ഈ ക്രിയകൾ ചെയ്യുന്നുണ്ടല്ലോ, മരണാനന്തര ക്രിയകൾ ചെയ്യുന്നത് സത്യത്തിൽ നമ്മുടെ കൂടി ഒരു അനുമതി കൊടുക്കുക എന്നുള്ളതാണ്. ശരീരം വിട്ട് ആത്മാവ് പോയി, പിന്നെ ആ ആത്മാവിന് ഈ ശരീരത്തെക്കുറിച്ചോ ഇതുമായുള്ള ബന്ധങ്ങളെക്കുറിച്ചൊന്നും ഓർമ്മയില്ല. അത് ഭാഗവതം സാക്ഷിയാണ്. ചിത്രകേതൂപാഖ്യാനത്തിലൂടെ അത് നമുക്ക് മനസ്സിലാവും. അങ്ങനെ പോകുന്ന ആത്മാവിന് നമ്മുടെ ഒരു അനുമതി, അച്ഛനാ പോകുന്നതെങ്കിൽ മക്കളുടെ ഒരു അനുമതി കൊടുക്കുക. ആ യാത്ര സുഖകരമായിരിക്കുവാൻ വേണ്ടി അതിൻ്റെ പ്രതീകമായിട്ടാണ് ക്രിയകൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് ആദിത്യ മന്ത്രം, വിജയം, ഈ ആത്മാവിൻ്റെ പ്രയാണത്തിൽ ഒരു വിജയത്തിന് വേണ്ടിയിട്ട് ആദിത്യ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. അതല്ലെങ്കിൽ ഉമാമഹേശ്വര സംവാദം, അതിൻ്റെ പ്രത്യേകത എന്താ വിചാരിച്ചാൽ അവർ രാമാവതാരം വരുന്നുണ്ട്, ശ്രേഷ്ഠമായ ഒരവതാരം, പിന്നെ കൗസല്യാസ്തുതിയും. അപ്പം ഈ പോകുന്ന ആത്മാവിന് ശ്രേഷ്ഠമായിട്ടുള്ളൊരു ജന്മം ലഭിക്കട്ടെ, അഥവാ ജന്മം ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ മോക്ഷമാണ് താനും. അപ്പം മോക്ഷം ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ശ്രേഷ്ഠമായ രാമനെപ്പോലെയുള്ള ഒരു ആദർശധീരനായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള ഒരു ജന്മം ലഭിക്കുമാറാകട്ടെ എന്ന ഉദ്ദേശമാണ് അത് ചൊല്ലുമ്പോൾ. അതുകൊണ്ടാണ് ഈ രണ്ടെണ്ണം ഞാൻ നിർദ്ദേശിച്ചത്. അവരേതാണ് സ്വീകരിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ രാമായണത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ചെല്ലണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ ഉപദേശിച്ചു കൊടുക്കുമ്പോൾ അതിന് കാരണം കൂടി പറഞ്ഞു കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തതിൻ്റെ കാരണം ഇതാണ്. നന്ദി, നമസ്കാരം.